ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എൻ്റെ മനസ്സ് എന്നോട് തന്നെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ യേശുവിനെക്കുറിച്ചാണ്. നമ്മുടെ ഈ ലോകത്തിൽ പല പല പേരുകളിലും പല പല രൂപത്തിലും പല പല ഭാവത്തിലുമുള്ള ദൈവങ്ങളുണ്ടല്ലേ. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുത്ത് നമ്മുടെ പാപപരിഹാരത്തിനായി കുറേ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. വീണ്ടും വരുമെന്നും പറഞ്ഞു. ഈ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിനോട് ചോദിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും. ഒരു പക്ഷേ എന്നെ കേൾക്കുന്നവരെ ചിലരെങ്കിലും എന്നെപ്പോലെ ചിന്തിക്കുകയും നിങ്ങളുടെ മനസ്സിൽ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം അല്ലേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി നാളെ പറയാം കേട്ടോ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് മഹത്വം മഹത്വം മഹത്വം. ആമേൻ ആമേൻ.